വിമർശകർക്കുള്ള മറുപടിയുമായി മോഹൻലാൽ. ഇനി വരുന്നത് മോഹൻലാലിന്റെ മികച്ച ചിത്രങ്ങൾ. ഇനി വരാനുള്ള 5 സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. മലയാളത്തിലെ 2 താരരാജാക്കന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും. എന്നാൽ കോവിഡിന് ശേഷം മമ്മൂട്ടി മികച്ച വിജയ ചിത്രങ്ങളുമായി മുന്നേറുമ്പോൾ മോഹൻലാൽ കിതയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇനി അങ്ങനെയാവില്ല. മോഹൻലാലിൻ്റെതായി ഒരു പിടി നല്ല ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ചാവ, സൗദി വെള്ളിക്ക എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തരുൺ മൂർത്തി ഒരുക്കുന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിലും സാധാരണക്കാരുടെ വേഷമണിഞ്ഞും മോഹൻലാൽ ബോക്സ് ഓഫീസിൽ വീണ്ടും എത്തുന്നു. ഒരു ടാക്സി ഡ്രൈവറുടെ വേഷമണിഞ്ഞാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. ചിത്രം ഒരു മികച്ച മലയാള ചിത്രമായി മാറും എന്നുള്ളതിൽ നമുക്കൊരു സംശയവുമില്ല. ഈ ചിത്രത്തിന്റെ റിലീസിനായി ഏവരും കാത്തിരിക്കുന്നത് പോലെ ഞാനും കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായവും ഈ ചിത്രം മോഹൻലാലിനൊരു വിജയ ചിത്രമായി മാറുമോ? കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ. അടുത്തതായി മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന മൂവിയാണ്. ഈ ഓണത്തിന് ചിത്രം റിലീസ് ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. മോഹൻലാൽ ഒരു ഭൂതത്തിന്റെ വേഷം അണിഞ്ഞ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടും. നിധി കാക്കുന്ന ഭൂതമായാണ് മോഹൻലാൽ വരുന്നത്. നിധി തേടിയെത്തുന്ന ഒരു കുട്ടിക്ക് മുന്നിൽ ഒരു ഭൂതം പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഇതുമായി ബന്ധപ്പെട്ട പല കഥകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ മോഹൻലാലിന്റെ സംവിധാനത്തിന്റെ മികവ് നമുക്ക് കാണാൻ ഇനി കുറച്ചു മാസങ്ങൾ കാത്തിരുന്നാൽ മതി. ഈ ചിത്രത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അടുത്തതായി മോഹൻലാലും പൃഥ്വിരാജും വന്നിരിക്കുന്ന എമ്പുരാൻ എന്ന ചിത്രമാണ്. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമായാണ് എമ്പുരാൻ ഒരുങ്ങുന്നത്. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമാണ് എമ്പുരാൻ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിന്റെ വേറിട്ട വേഷം തന്നെയാണ് എമ്പുരാന്റെ പ്രത്യേകത. ചിത്രം ഒരു മാസ് ആക്ഷൻ മൂവിയായിട്ടാണ് എത്തുന്നത്. ലൂസിഫറിലെ മിക്ക കഥാപാത്രങ്ങളും എമ്പുരാനിലുമുണ്ട് എന്നാണ് സംവിധായകൻ പറഞ്ഞത്. എമ്പുരാൻ മലയാള സിനിമ ഇൻഡസ്ട്രി പിടിച്ചു കുലുക്കാൻ കൽപ്പുള്ള ഒരു സിനിമയാണ്. എല്ലാ റെക്കോർഡുകളും എമ്പുരാൻ അടുത്തതായി എമ്പുരാനെ പോലെ തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കുന്ന റാം. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പകുതിയോളം കഴിഞ്ഞതാണ്. എന്നാൽ ചില കാരണങ്ങളാൽ പിന്നീടത് മുന്നോട്ട് കൊണ്ടുപോവാൻ സംവിധായകന് കഴിഞ്ഞില്ല. ഇപ്പോൾ ചിത്രത്തിന്റെ ബാക്കി ഭാഗങ്ങൾ വീണ്ടും ചിത്രീകരിക്കാൻ ഒരുങ്ങുകയാണ് സംവിധായകൻ. മോഹൻലാലിനോടൊപ്പം ഇന്ദ്രജിത്തും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഒരു ഗാങ്സ്റ്റർ മൂവി ആയിട്ട് തന്നെയാണ് റാം ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ പോസ്റ്ററുകൾക്കെല്ലാം മികച്ച പ്രേക്ഷക പിന്തുണയായിരുന്നു ലഭിച്ചത്. മോഹൻലാലും ജിത്തു ജോസഫും ആയതുകൊണ്ട് തന്നെ മോഹൻലാൽ ആരാധകരും ഏറെ പ്രതീക്ഷയിലാണ് ഈ ചിത്രത്തെ നോക്കിക്കാണുന്നത്. അടുത്തതായി മോഹൻലാലും ജോഷിയും ഒന്നിക്കുന്ന റംബാൻ എന്ന ചിത്രമാണ്. ചെമ്പൻ വിനോദാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത്. മോഹൻലാലും ജോഷിയും വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയിലാണ്. ഒരു മാസ് ആക്ഷൻ മൂവിയായിട്ടാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ മോഹൻലാലിന്റെ റംബാൻ ഉപേക്ഷിച്ചു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായി പ്രതികരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ ആരാധകർക്ക് വൻ നിരാശയായിരിക്കും സംഭവിക്കുക. ഇതുകൂടാതെ മറ്റൊരുപാട് സിനിമകൾ മോഹൻലാലിൻ്റെതായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു മോഹൻലാൽ ആരാധകനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മോഹൻലാലിന്റെ ചിത്രങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ?